I don't want easy, but I want possible. We are not going to settle. മരിക്കുന്നത് വരെ നമ്മൾ ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം. ഇവരുടെ പേരിൽ ഒരു സോൾ സർഫർ എന്ന് പറയുന്ന ഒരു ഭയങ്കര ഇൻസ്പയറിംഗ് മൂവിയൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. സോൾ സർഫർ എന്ന് പറഞ്ഞിട്ട് that completely depicts this inspiring story of Vidani. The Vidaniയുടെ ഒരൊറ്റ സ്റ്റേറ്റ്മെന്റ്, I don't want easy, but I want possible. എനിക്ക് എളുപ്പമായ കാര്യമല്ല വേണ്ടത്, പക്ഷേ വി ആർ നോട്ട് ഗോയിങ് ടു സെറ്റിൽ. മരിക്കുന്നത് വരെ നമ്മൾ ഇംപ്രൂവ് ചെയ്തുകൊണ്ടിരിക്കണം. എനിക്ക് എളുപ്പമായ കാര്യമല്ല വേണ്ടത്, പക്ഷേ ചെയ്യാൻ സാധിക്കുമെന്ന് ഉറപ്പുള്ളൊരു കാര്യം, അത് ചെയ്യാനാണ് എനിക്കിഷ്ടം. അതിന് ഞാൻ എഫേർട്ട് ഇടാൻ തയ്യാറാണ്, അതിനുവേണ്ടി ഞാൻ ബുദ്ധിമുട്ടിടാൻ തയ്യാറാണ്. അപ്പൊ നമ്മൾ ജോബിലൊക്കെ പോകുമ്പോൾ ഈസി ആയിട്ടുള്ള ജോബ് അതിനല്ല നമ്മൾ പോകേണ്ടത്. നേരത്തെ എൻ്റെ വീട്ടിന്റെ അടുത്താണ്, 10 മണിക്ക് എത്തിയാൽ മതി, അല്ലെങ്കിൽ 11 മണിക്ക് എത്തിയാൽ മതി, അല്ലെങ്കിൽ ഒരു 3 മണിക്ക് എനിക്ക് തിരിച്ചെത്താൻ പറ്റും. We generally look into the comforts, അല്ലെങ്കിൽ we generally look into the easiness, you know. അത് നമ്മുടെ കരിയറിനെ സ്റ്റോപ്പ് ചെയ്യും, അത് നമ്മുടെ ഒരു ഫ്യൂച്ചറിനെ ബ്രേക്ക് ചെയ്യും. ഒരു വലിയൊരു ഹിൻഡ്രൻസ് നമ്മുടെ കംഫർട്ടിലേക്ക് പോകുമ്പോഴാണ്. റിമെമ്പർ, when you are going to work for a company, remember this, your first job is not going to be a last job. Your first salary is not going to be a lasting salary. I started my career with a very less salary, less than 20,000, but within 2 years എനിക്ക് അതിന്റെ 10 times ഒരു ജോബിലേക്ക് എനിക്ക് പോകാൻ പറ്റി. only because of one thing, I invested in myself. I did all that is possible to improve my skills. നിങ്ങൾ ആലോചിക്കേണ്ടതാണ്, ആദ്യം തന്നെ കിട്ടുന്ന ജോബ് നമ്മുടെ ഒരു ഡ്രീം സാലറിയിലേക്ക് തന്നെ ആയിക്കൊള്ളണമെന്നില്ല. നമുക്ക് എല്ലാവർക്കും ഭയങ്കര ഒരു ആഗ്രഹം ഉണ്ടാവും അല്ലേ, നല്ല സാലറി ആയിട്ട് നല്ല കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യാന്ന് പറയുന്നത്. We need the initial step. ആ ഒരു ഇനീഷ്യൽ സ്റ്റെപ്പായിട്ടാണ് നിങ്ങളുടെ ആദ്യത്തെ ജോബിനെ കാണേണ്ടത്. ഒരിക്കലും നിങ്ങളുടെ ഫസ്റ്റ് ജോബിൽ തന്നെ നിങ്ങൾ വേറെ ഇറങ്ങാൻ സമ്മതിക്കരുത്. ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് നിങ്ങൾ കമ്പനി മാറണമെന്ന് അർത്ഥമില്ല. അതേ കമ്പനിയിൽ പുതിയ പുതിയ പൊസിഷൻസിലേക്കും പുതിയ പുതിയ പ്രൊമോഷൻസിലേക്കും ആളുകളെ കൺസിഡർ ചെയ്യുമ്പോൾ ആ മാനേജ്മെന്റിന്റെ ലിസ്റ്റിൽ നിങ്ങളുടെ പേര് വരണം. അതിന് യു ഹാവ് ടു ഡു ഓൺലി വൺ തിങ്. നമ്മുടെ ജോബിൽ കയറി കഴിഞ്ഞാൽ പൊതുവെ ആൾക്കാരുടെ ഒരു മൈൻഡ് സെറ്റ് കഴിഞ്ഞു, ഇനി പഠനമൊക്കെ നിർത്താം, ഇനി ഗ്രോത്ത് ഒന്നും വേണ്ട, നമ്മൾ സെറ്റിലായി, അങ്ങനെ പറയില്ല. ജോബ് കിട്ടുമ്പോൾ നമ്മൾ സെറ്റിലായി. നെവർ തിങ്ക് ഇൻ ദാറ്റ് വേ. മരിക്കുന്നത് വരെ നമ്മൾ പഠിച്ചുകൊണ്ടേയിരിക്കണം, മരിക്കുന്നത് വരെ നമ്മൾ ഗ്രോ ചെയ്തുകൊണ്ടേയിരിക്കണം. അങ്ങനെ ആകുമ്പോഴാണ് നമ്മളൊരു പ്രോസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ഒരു കരിയറിലേക്ക് നമ്മൾ എത്തുക. യൂസഫ് അലിക്ക് ഒരു സെയിൽസ്മാൻ എന്ന് പറയുന്ന ഒരു ഹംബിൾ ബിഗിനിങ് എന്നാണ് ഇന്ന് കാണുന്ന യൂസഫ് അലിയിലേക്കുള്ള ഒരു പ്രയാണം ആരംഭിച്ചത്. അതുപോലെ യുവർ ഫസ്റ്റ് ജോബ് നെവർ ഈസ് യുവർ ലാസ്റ്റ് ജോബ്. അതിനുവേണ്ടി നിങ്ങൾ സ്കില്ലിൽ ഇൻവെസ്റ്റ് ചെയ്യാം. പിന്നെ കുറച്ച് നമ്മുടെ കമ്പനീസ് എന്നൊക്കെ കേൾക്കുന്ന, സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ കേൾക്കുന്ന കുറെ നെഗറ്റീവ് കോണറ്റേഷൻസ് ഉണ്ട്. ഈ 9 to 5 വർക്ക് എന്ന് പറയുന്നത് നമ്മളെ അടിമയാക്കലാണ്. പിന്നെ വേറെ ആൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കുറെ കഷ്ടപ്പെട്ടിട്ട് എന്താ കാര്യം? വേറെ ആൾക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ട് നമ്മൾ ആദ്യമായിട്ട് പോയി കമ്പനി ഇടാൻ പറ്റണം അല്ലേ? ഡു വി ഹാവ് ക്യാപിറ്റൽ സ്റ്റാർട്ട് അവർ ഓൺ കമ്പനി? നമ്മളെല്ലാവരും ഇങ്ങനെ ചിന്തിച്ചാൽ പിന്നെ കമ്പനീസ് നടക്കുമോ? വേറെ ആൾക്ക് വേണ്ടിയിട്ടല്ല, നമ്മൾ വർക്ക് ചെയ്യുന്നത് നമുക്ക് വേണ്ടിയിട്ട്. ആ സാലറി എന്തായാലും നമ്മൾ വി ആർ നോട്ട് ഗോയിങ് ടു ഗീവ് ബാക്ക് ടു ദി കമ്പനി. ആ സാലറിയും ആ ബെനിഫിറ്റ്സും ഫെസിലിറ്റീസും ഒക്കെ നമ്മൾ തന്നെ. ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ, കമ്പനിക്കെതിരെ ഇങ്ങനെ ഒരു മൈൻഡ് സെറ്റ് നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരിക്കലും നമുക്ക് നല്ല രീതിയിൽ ഹാപ്പി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റില്ല. റിമെമ്പർ ദിസ്, നിങ്ങളുടെ ഉണർന്നിരിക്കുന്ന സമയങ്ങളിൽ ഏറ്റവും കൂടുതൽ ടൈം നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് നിങ്ങളുടെ കമ്പനിയിലാണ്. വീട്ടിൽ നമ്മൾ കുറെ നേരം ഉറങ്ങുക, 8 hours 9 hours നമ്മൾ ഉറങ്ങുക, ബാക്കി നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ചെയ്യാണ്. നമ്മൾ ആക്റ്റീവായിട്ട് ലൈവായിട്ട് ഇരിക്കുന്ന സമയങ്ങളിൽ മോസ്റ്റ് ഓഫ് ദി ടൈം വി സ്പെൻഡ് ഇൻ ദി കമ്പനി, വി സ്പെൻഡ് ഇൻ അവർ ജോബ്. നമ്മൾ അവിടെ ഹാപ്പി അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് ഹാപ്പി അല്ല. അവിടെ ഹാപ്പി ആവാതിരിക്കാനുള്ള കാരണങ്ങളാണ് എന്തിനാണ് 9 to 5 ജോബ്, എന്തിനാ അവർക്ക് വേണ്ടി കുറെ നമ്മൾ കഷ്ടപ്പെടുന്നത്, എന്തിനാ എന്നോടല്ല പണികളും തരുന്നത്. നെവർ തിങ്ക് ഇൻ ദാറ്റ് വേ. ഒരു കമ്പനിയിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനിയെ ഹൃദയം കൊണ്ട് നമ്മൾ സ്നേഹിക്കണം. ആ കമ്പനിക്ക് വേണ്ടി നമ്മൾ നമ്മുടെ ആരോഗ്യം, നമ്മുടെ ടൈമും, നമ്മുടെ എഫേർട്സും, നമ്മുടെ സിൻസിയർ ആയിട്ടുള്ള എഫേർട്സ് ഒക്കെ നമ്മൾ കൊടുക്കണം. ഡെഫിനറ്റ്ലി ആ കമ്പനിയിൽ അല്ലെങ്കിൽ വേറൊരു കമ്പനിയിൽ അതിന്റെ റിസൾട്ട്സ്, അതിന്റെ റിട്ടേൺ എന്തായാലും നമുക്ക്. അതുകൊണ്ടാണ് ദൈവം നീതിമാനാണെന്ന് പറയുന്നത്. When we put our efforts in sincere manner, definitely we will be getting the rewards for that. അപ്പോൾ അധികം ഒന്നും പറയുന്നില്ല. നിങ്ങൾ ഇത്രയും ബ്യൂട്ടിഫുള്ളും ഹാൻസം ആയിട്ടുള്ള ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളത് ഇവിടെ നിന്ന് വന്നു നിന്ന് നിങ്ങൾ ഈ ഡ്രസ്സൊക്കെ കാണുമ്പോഴാണ് തോന്നുന്നത്. ഭയങ്കര കോൺഫിഡൻസ് സ്ഫുരിക്കുന്ന മുഖങ്ങളുമായിട്ടാണ് നിങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നത്. ഇത് നിങ്ങൾക്കൊരു നല്ലൊരു ഫ്യൂച്ചർ സമ്മാനിക്കാൻ ഈ ഒരു സ്കിൽ ലൊക്കേഷൻ പോലെ ലൊക്കേഷൻസും ഇവിടുന്ന് കിട്ടിയ അറിവുകളും ഇവിടുന്ന് കിട്ടിയ കഴിവുകളും നിങ്ങൾക്ക് അതിന് ഉപകരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ആശംസിക്കുകയാണ്. നിങ്ങളുടെ ലൈഫിൽ പുതിയ ഉയരങ്ങളിലേക്ക് പോകാനും, നിങ്ങൾ ചെന്നെത്തി തേടുന്ന കമ്പനികളിൽ എല്ലാ സ്റ്റാഫിനെയും പിരിച്ചുവിടാൻ അവർ തീരുമാനിച്ചാലും
ലാസ്റ്റ് പിരിച്ചുവിടുന്ന ഒരാളുണ്ടാവും. ആ ലാസ്റ്റ് പിരിച്ചിടുന്ന ഒരാളായിട്ട് നിങ്ങൾ മാറട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. കാരണം അത് നിങ്ങളുടെ ഒരു എഫേർട്ട് കൊണ്ടും നിങ്ങളുടെ ഒരു പേഴ്സണാലിറ്റി കൊണ്ടും നിങ്ങളുടെ ആറ്റിറ്റ്യൂഡ് കൊണ്ടും മാത്രം ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. സ്കില്ലും നോളജും എത്രയും നമുക്ക് പറഞ്ഞു തരാം. നമ്മുടെ മൈൻഡ് സെറ്റ്, നമ്മുടെ ആറ്റിറ്റ്യൂഡ്, നമ്മുടെ മെന്റാലിറ്റി അത് നമ്മൾ തന്നെ ഡിസൈൻ ചെയ്യേണ്ടതാണ്. പോസിറ്റീവായിട്ട് ലൈഫിനെ കാണുക, പോസിറ്റീവായിട്ട് നിങ്ങളുടെ ജീവിതത്തെ കാണുക, പോസിറ്റീവായിട്ട് നിങ്ങളുടെ ജോബിനെ കാണുക, പോസിറ്റീവായിട്ട് നിങ്ങൾ വർക്ക് ചെയ്യുന്ന കമ്പനിയെ കാണുക. ഡെഫിനറ്റ്ലി ദ ഫ്യൂച്ചർ വിൽ ബി വെരി ബ്രൈറ്റ് ഫോർ യു. താങ്ക് യു സോ മച്ച്.